സോഷ്യൽ മീഡിയയിൽ ഒരു കൊച്ചു പുണ്ടച്ചിയുടെ കഴപ്പും കൂടി അവസാനിച്ചു. അതേപോലെ ഒരു നിരപരാധിയായിട്ടുള്ള മനുഷ്യന്റെ ജീവനും ജീവിതവും കൂടി അവസാനിച്ചിട്ടുണ്ട്. ഈ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ കൂടെ അറിയാൻ കഴിയുന്നത്. തൂങ്ങി മരിച്ചു എന്ന് മറ്റുമാണ്. അയാളത് ആത്മഹത്യ ചെയ്യണമെങ്കിലും എത്രമാത്രം സങ്കടപ്പെട്ട് മനം നൊന്ത് ചങ്ക് പൊട്ടിയായിരിക്കണം അയാൾ അത് ചെയ്തിരിക്കുന്നത്. 100% അയാൾ നിരപരാധി തന്നെ ആയിരിക്കും. കാരണം കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അയാൾ ഇങ്ങനൊരു കടുങ്കൈ ചെയ്യാനായിട്ട് മുതിരത്തില്ല. ഇവളെ പോലെയുള്ള അപരാധി മക്കള്, തന്തയ്ക്ക് മുമ്പേ ഉണ്ടായ തന്തയില്ലാത്തവളുമാര്, പുണ്ടച്ചി മക്കള്, ഇങ്ങനെയൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. ഇവളെയൊക്കെ ചങ്ങലക്കിടാൻ തന്തയ്ക്കും തള്ളയ്ക്കും വീട്ടിലുള്ളവർക്ക് കഴിയത്തില്ലെന്നുണ്ടെങ്കിൽ നാട്ടുകാര് പഞ്ഞിക്കിടണം ഇവളെയൊക്കെ. ഇതിപ്പോ ഒന്നും രണ്ടും സംഭവമല്ല, ഇതിപ്പോ ഒരു തുടർക്കഥയായിക്കൊണ്ടിരിക്കുകയാണ്. 2 ആഴ്ച മുമ്പിട്ട് വേറൊരു തന്തയില്ലാത്തവൾ ഇതേപോണക്ക് ഒരു തന്തയില്ലാത്തരം കാണിച്ചു. അവള് കാണിച്ചത് തന്തയില്ലാത്തരമാണെങ്കിലും അതിനകത്തൊരു മാന്യത പുലർത്തി അവള്. ആ മനുഷ്യന്റെ ഫോട്ടോ മുഖം കാണിച്ചിട്ടില്ല, ബ്ലർ ചെയ്തിട്ടാണ് മറ്റേവള് ആ വീഡിയോ പോസ്റ്റ് ചെയ്തത്. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ അയാൾ ഇപ്പോഴും ജീവനോടുള്ളത്, ജീവിച്ചിരിപ്പുണ്ടായിരിക്കാം. അയാളുടെ മുഖം ആളുകൾ തിരിച്ചറിഞ്ഞ് ആ വീഡിയോ ഏതാണ്ട് 60 ലക്ഷം ആൾക്കാരാണ് കണ്ടത്. അയാളുടെ മുഖം ആൾക്കാർ തിരിച്ചറിഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അയാളും ഇത് തന്നെ ചെയ്യത്തുള്ളൂ. ഇത് ഇങ്ങനെ സോഷ്യൽ മീഡിയ ഈ എന്താ പറയാ, സോഷ്യൽ മീഡിയയിൽ നിന്ന് എന്ന് വരുമാനം വന്നു തുടങ്ങിയോ, അല്ലെങ്കിൽ എന്ന് വരുമാനം കിട്ടിത്തുടങ്ങിയോ അന്ന് മുതല് കുറെ തന്തയില്ലാത്ത മക്കള്, അങ്ങനെ തന്നെ പറയണം, പ്രത്യേകിച്ച് ഈ ന്യൂജൻ പിള്ളേര് എന്ത് തന്തയില്ലാത്തരും കാശിന് വേണ്ടിയിട്ട് അല്ലെ റീച്ചിന് വേണ്ടിയിട്ടും കണ്ടന്റും എന്നും പറഞ്ഞുകൊണ്ട് എന്ത് കണ്ടന്റും ഉണ്ടാക്കി ഇമാതിരി തന്തയില്ലാത്തരം ഒക്കെ എടുത്തു വെച്ച് കണ്ടന്റ് ആക്കി റീച്ചിനും കാശിനും വേണ്ടിയിട്ട് ഈ അപരാധം ചെയ്തു തുടങ്ങി. ഇത് തീരുന്നില്ല, ഇതുകൊണ്ട് തീരാൻ പോകുന്നില്ല. ഇത് എന്താ പറയാ, ഇത് ഇനിയും ഒരുപാട് ആണുങ്ങൾ ഇതിന് ബലിയാടാവും, 100% ഉറപ്പാണ്. കാരണം ഇതെന്ന് പറഞ്ഞ ഒരു എന്താ പറയുക, ഒരു ചെയിൻ പോലെയാണ്, ഒരു കണ്ണി പോലെയാണ്. ഇതേ സൈക്കോ മെന്റാലിറ്റി ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം ആദ്യം വിട്ട പുണ്ടച്ചിമോളുടെ വീഡിയോ 60 ലക്ഷം ആൾക്കാരാണ് കണ്ടത്. ആ 60 ലക്ഷത്തില് അവളുടെ അതേ മെന്റാലിറ്റി ഉള്ള ഒരു കുറഞ്ഞത് 1 ലക്ഷം ആൾക്കാരെങ്കിലും കാണും. അതിൽപ്പെട്ട ഒരു അവളാണ് ഇപ്പം ഈ വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പൊ ഇവളുടെ വീഡിയോയും ഏതാണ്ട് 20 ലക്ഷം ആളുകൾ കൂടുതൽ അങ്ങോട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ ആ കണ്ടതിനകത്തും ഇവളുമാരുടെ ഇതേ മെന്റാലിറ്റി ഉള്ള കുറെ എണ്ണം ഉണ്ട്. അപ്പൊ ഇവളുമാരെല്ലാം ഇത് ഇങ്ങനെ അടുത്ത പരിപാടിയായിട്ട് ഇറങ്ങും. കഴിവതും ആണുങ്ങളോട് പറയാനുള്ളത് ബസ്സിൽ യാത്ര ചെയ്യാതിരിക്കുക. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ സൂക്ഷിക്കുക. ഇങ്ങനെയുള്ള കൊച്ചു മക്കളുടെ അടുത്തൊന്നും പോയി നിൽക്കാതിരിക്കുക. കൊച്ചു പുണ്ടച്ചികളുടെ അടുത്ത്, അങ്ങനെ തന്നെ പറയണം, കൊച്ചു പുണ്ടച്ചികളുടെ അടുത്ത് പ്രത്യേകിച്ച് പോയി നിൽക്കാതിരിക്കുക. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ സീറ്റിൽ ഇരിക്കുന്നുണ്ടെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിലും ഇച്ചിരി